ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം കഠിനമായ ചില പ്രവൃത്തികൾ കാണുന്നുണ്ട്. എന്നാൽ അതിന് കാരണവുമുണ്ട് താനും. ദേവാലയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, കരുണയുടെ ഉറവിടമാണ്, പരിശുദ്ധിയുടെ ഇടമാണ്. അതിന് കളങ്കം വരാൻ പാടില്ല എന്ന് കാർക്കശ്യത്തോടെ ക്രിസ്തു പറയുന്നുണ്ട്. കാരുണ്യം നിറഞ്ഞു നിൽക്കേണ്ട ഇടങ്ങളൊക്കെ കച്ചവട സ്ഥലങ്ങളായി മാറപ്പെടുന്നതാണ് ക്രിസ്തുവിന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും. എത്ര പരിശുദ്ധിയോടെ സംരക്ഷിക്കേണ്ട ദേവാലയങ്ങൾ പലപ്പോഴും വാണിജ്യ കേന്ദ്രങ്ങളെപ്പോലെ രൂപപ്പെടുന്നുണ്ട്. നിശബ്ദമായി ദൈവത്തെ തിരിച്ചറിയുവാനും സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും കിട്ടേണ്ട ഇടങ്ങളൊക്കെ എന്തുമാത്രം വ്യർത്ഥ സംഭാഷണങ്ങളിലും കലഹങ്ങളിലും കാരണങ്ങളായി രൂപപ്പെടുന്നുണ്ട്. വെറും കല്ലും മണ്ണിനെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത്, അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടിയുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. പൗലോസ്ലീഹ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ടല്ലോ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് മറന്നു പോകാതിരിക്കട്ടെ. ദൈവത്തിന് മനുഷ്യരുടെ മേലുള്ള അധികാരത്തെക്കുറിച്ച് കൂടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നഷ്ടപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ പവിത്രതയെ നിലനിർത്തുവാൻ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വരുന്നുണ്ട്. ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ക്രിസ്തുവിൻ്റെ കണ്ണിൽപ്പെടുന്ന കാഴ്ചകളൊക്കെ അത്ര നല്ലതായി തോന്നുന്നില്ല. അവിടെ കച്ചവടത്തിൻ്റെ ആർപ്പുമേളങ്ങളൊക്കെ അവനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അതിനെതിരായി പ്രതികരിക്കുവാൻ, പുറത്തേക്ക് അവരെ ആട്ടി ഓടിക്കുവാനുള്ള കാരണങ്ങളായി രൂപപ്പെടുന്നുണ്ട്. പലപ്പോഴും അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ദേവാലയങ്ങൾ മാറപ്പെടുന്നില്ലേ? ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളുമൊക്കെ പേറി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മനസ്സോട് നിൽക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതാണ്. എന്നിട്ടും ചില ക്രയവിക്രയങ്ങളായി രൂപപ്പെടുന്നില്ലേ? കണക്കുപറച്ചിലുകളുടെ കേന്ദ്രങ്ങളായി രൂപപ്പെടുന്നില്ലേ? പണം ചോദിച്ചു വാങ്ങുന്ന ഇടങ്ങളായി രൂപപ്പെടുന്നില്ലേ? ദൈവത്തിന് നമ്മുടെ മനസ്സാണ് ആവശ്യം, വിശുദ്ധിയാണ് ആവശ്യം, നമ്മുടെ ഏറ്റവും ശുദ്ധമായ ഹൃദയമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇനിയും സംരക്ഷിക്കേണ്ട നമ്മുടെ ആത്മീയ നന്മകളെക്കുറിച്ച് തന്നെയാണ് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചത്. ദേവാലയം അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി നിലനിൽക്കട്ടെ. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തെ എത്രമാത്രം കരുതലോടെ കാരുണ്യത്തോടെ കാക്കേണ്ടതാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. പലപ്പോഴും ശബ്ദായമാനമായി ഇത് രൂപപ്പെടുന്നുണ്ട്, അലങ്കോലപ്പെടുന്നുണ്ട്, ശ്രദ്ധയില്ലാതെ പോകുന്നുണ്ട്. ഒരുപാട് വിൽക്കലിൻ്റെയും വാങ്ങലിൻ്റെയും കേന്ദ്രങ്ങളായി രൂപപ്പെടുന്നുണ്ട്, ലാഭനഷ്ടങ്ങളുടെ കണക്കുപറച്ചിലുകളായി രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ, പരസ്പര ഐക്യത്തിൻ്റെ, പങ്കുചേരലിൻ്റെ ഏറ്റവും വലിയ പുണ്യഭൂമിയായി മാറുക എന്നത് മാത്രമാണ്. നമുക്കും ശ്രദ്ധിക്കാം, എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ നമ്മുടെ വിശുദ്ധിയിൽ നിന്നും ചോർത്തിക്കളയുന്നുണ്ട്. ആവശ്യമില്ലാത്ത എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ പോലും പലപ്പോഴും അഭംഗി വരുത്തുന്ന കാര്യങ്ങളായി രൂപപ്പെടുന്നില്ലേ? ഒരല്പം നേരം ശാന്തമായിരിക്കുവാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ വ്യതിചലിച്ചു പോകുന്നില്ലേ? ദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും കണ്ടെത്തേണ്ട സമയങ്ങളൊക്കെ എന്തുമാത്രം വ്യഗ്രതകളിലേക്ക് നാം വീണു പോകുന്നില്ലേ? ശാന്തതകളിലൂടെ ഇനി ദൈവത്തെ തിരിച്ചറിയാം. അലങ്കോലമാകുന്നതെല്ലാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി പവിത്രതകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകാം. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അതാണ് എൻ്റെ സന്തോഷവും ശക്തിയുമെന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടാവട്ടെ. അതിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റൊന്നിനും കൊടുത്തതിൻ്റെ നന്മകൾ കെടുത്തിക്കളയാതിരിക്കട്ടെ. ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുന്ന വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധീകരിക്കണമേ. അലങ്കോലമായതും അസ്വസ്ഥമായതും മാറ്റി അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയിൽ ആമേൻ.